Hi, welcome back to our YouTube channel. So ഇന്ന് ഞാൻ വിചാരിച്ചു we will share, I will share my delivery story. Delivery journey, അതെങ്ങനെ whatever you wanna call it. അപ്പോൾ യെസ് സോ ഇത് നടക്കുന്നത് ഏപ്രിൽ ഏപ്രിൽ 9th 2024. ഓക്കെ സോ അതൊരു സോ ഏപ്രിൽ 8th ഇഫ് ഐ നോട്ട് റോങ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ 8th ഞങ്ങൾക്കൊരു വെഡ്ഡിങ് ഫങ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് വി വർ വെരി സ്കെപ്റ്റിക്കൽ. അതിനും മുന്നേ ഒരു കാര്യം പറയുന്നത്, എൻ്റെ ഡ്യൂ ഡേറ്റ് വന്നിട്ട് ഏപ്രിൽ 26th ആയിരുന്നു. ഓക്കെ, സോ വി തോട്ട് ഓക്കെ, ഞങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ്സ് ഒക്കെ റെഡി ആയിരുന്നു. വി വർ ഓൾ സെറ്റ്. ഓക്കെ, എല്ലാത്തിനും റെഡി ആയിട്ടായിരുന്നു ഇരിക്കുന്നത്. പക്ഷേ ഏപ്രിൽ 8th ഇങ്ങനൊരു ഫങ്ഷൻ വന്നപ്പോൾ ഐ വോണ്ടഡ് ടു ഗോ. എനിക്കും എൻ്റെ അമ്മയ്ക്കും വി വർ കോൺഫിഡൻറ്റ്, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് ഞങ്ങളുടെ വീട് പാലക്കാടാണ്. ആൻഡ് ദിസ് ഫങ്ഷൻ വാസ് ഹാപ്പനിങ് ഇൻ കൊച്ചി, എറണാകുളം സൈഡായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല. മെയിൻലി എനിക്ക് ഐ വാസ് റെഡി ടു ഗോ, ബിക്കോസ് എനിക്കറിയാം ഡെലിവറി കഴിഞ്ഞാൽ കുറച്ച് മാസത്തേക്ക് നമുക്ക് എവിടെ ഇറങ്ങാൻ പറ്റില്ല. സോ കിട്ടണ ചാൻസ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഐ വാസ് ലൈക്ക് പോവാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ അത്ര ഹി വാസ് എ ലിറ്റിൽ സ്കെപ്റ്റിക്കൽ. പോണോ വേണ്ടോ, എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. ബട്ട് ഞാനും അമ്മയും ഒരു കോൺഫിഡൻസ് കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഓക്കെ, സോ ഏപ്രിൽ 8th ആയിരുന്നു. ഏപ്രിൽ 8th ഐ തിങ്ക്, ഇഫ് ഐ എം നോട്ട് റോങ്, ഏപ്രിൽ 8th തന്നെയാണ് ആയിരുന്നു. 7th or 8th അങ്ങനെ ഏതൊരു ദിവസം. 8th ആണ്. സോ ഏപ്രിൽ 8th റിസപ്ഷൻ ആയിരുന്നു. റിസപ്ഷന് പോയി നല്ലോണം ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. കുറച്ച് പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്, ദുബായിലുണ്ടായിരുന്ന കുറച്ച് ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. കുഴപ്പമില്ല, എല്ലാവരും എൻ്റെ വൈറലിക്കായിരുന്നു. ലൈക്ക് ഓക്കെ, ഓൾമോസ്റ്റ് ഇതായി, എന്തിനാണ് എന്നുള്ളൊരു രീതിക്കായിരുന്നു. ബട്ട് ഐ വാസ് ഹാപ്പി. ഞാൻ എൻജോയ് ചെയ്ത് ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. എന്നിട്ട് അന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തി സുഖമായി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ കുഴപ്പമില്ലാതെ പോയി. രാത്രിയായപ്പോൾ ഐ വാസ് ഫീലിംഗ് എ ലിറ്റിൽ വിയർഡ്, ബിക്കോസ് എനിക്ക് ഫോൾസ് കോൺട്രാക്ഷൻസ് അധികം വന്നിട്ടില്ല ഡ്യൂറിങ് മൈ തേർഡ് ട്രൈമസ്റ്റർ. അങ്ങനെ ഫോൾസ് കോൺട്രാക്ഷൻസ് വന്നിട്ടില്ല. സോ ഇത് എന്താണ്, ഇതിൻ്റെ ഹൗ ഡസ് ഇറ്റ് ഫീൽ എന്നുള്ളത് എനിക്കറിയില്ല. ഹൗ ഇറ്റ് ആക്ച്വലി ഫീൽസ് ലൈക്ക്. കോൺട്രാക്ഷൻസ് എങ്ങനെയാണ്, കുറേ വായിച്ചു, കുറേ വീഡിയോസ് കണ്ടു. അങ്ങനത്തെ ഒരു അറിവെന്നല്ലാതെ ഐ ഡോണ്ട് ഹാവ് ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ അന്ന് രാത്രി ഞാൻ നോർമലി ഐ വാസ് ഫീലിംഗ് ലിറ്റിൽ ടയേർഡ്. ഞാൻ നേരത്തെ കിടന്നു. എൻ്റെ പേരൻസും ടൈമായപ്പോൾ ഒരു 11:30 12 ഒക്കെ ആയപ്പോൾ അവരും ഒരു 10:30 11 ആയപ്പോൾ അവരും കിടന്നു. പിന്നെ എനിക്ക് എന്തോ സംതിങ് വാസ് ഫീലിംഗ് ലിറ്റിൽ വിയേർഡ്. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ വയറിലൊരു എന്താ പറയുക, ഭയങ്കര ആരോ ഇങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ പിഴിയണ പോലത്തെ ഒരു വേദന തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, മേ ബി സം ഫോൾസ് കോൺട്രാക്ഷൻസ്, ബിക്കോസ് ഡ്യൂ ഡേറ്റിന് ഇനിയും ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ, കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് ഫ്യൂ സെക്കൻഡ്സ്, എന്നിട്ട് അത് പോയി. പിന്നെ ഒരു മേ ബി എനിക്ക് കറക്റ്റായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് മേ ബി അനദർ ഒരു 2-3 hours കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതേപോലെ ഒരു വേദന ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ആൻഡ് ദെൻ ഇറ്റ് പോയി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു 3-4 times കണ്ടിന്യൂ ആയപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. ഓക്കെ, ഞാൻ നേരത്തെ കിടന്നുല്ലോ. അപ്പോൾ എനിക്കൊരു 3-4 times ഈ പെയിൻ വന്നപ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട്, ബിക്കോസ് നമ്മളിങ്ങനെ വായിച്ചൊരു നോളേജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇൻ്റർവെൽസിൽ വരികയാണ്, ഇൻ്റർവെൽസ് കുറയാണ്, അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കും. പക്ഷെ എനിക്ക് അപ്പുറത്ത് പോയിട്ട് പേരൻസിനെ വിളിച്ച് ഉണർത്താനും ഒരു ഇത് ലൈക്ക് ഓക്കെ, വെറുതെ അവരെയും പാനിക് ആക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 4 times, ഒരു 3-4 times പെയിൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി, ലൈക്ക് ടൈം നോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ മെല്ലെ മെല്ലെ പെയിൻ ഇങ്ങനെ കുറഞ്ഞു വന്നു. പെയിൻ അല്ല, കോൺട്രാക്ഷൻസിൻ്റെ ഇൻ്റർവെൽസ് കുറഞ്ഞു വന്നു. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് ഒരു 1:30
1:30 മേ ബി ഒരു 1:30 2:30 ആ ഒരു ടൈം ആയപ്പോൾ ലൈക്ക് എനിക്ക് പെയിൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പെയിൻ്റെ ഇത് ടൈം ഇൻ്റർവെൽ കുറഞ്ഞു വന്നു. ഒരു 40-45 മിനിറ്റ്സ് ഇൻ്റർവെല്ലിൽ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ അത് കൂടുതൽ എനിക്ക് പിടിച്ചു നിൽക്കാം. പെയിൻ സഹിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇനി പേരൻസിനെ വിളിക്കാം, നമുക്ക് റെഡി ആവാമെന്നുള്ള രീതിക്ക് തന്നെ ഇരുന്ന്. പിന്നെ ആ സമയമായപ്പോൾ വിളിച്ചു, അമ്മേനെ വിളിച്ചു, പറഞ്ഞു. അച്ഛനാണെങ്കിൽ നിനക്കിത് തുടങ്ങുമ്പോൾ പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നോ, അത് നോർമലാണ്, ഇങ്ങനെ ഇൻ്റർവെൽസ് കുറയുമ്പോഴാണ് നമ്മൾ കെയർഫുൾ ആവേണ്ടത്, കുഴപ്പമൊന്നുമില്ല, സ്റ്റിൽ ദെയർ ഇസ് ടൈം, ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിൻസ് ബാഗ്സ് എല്ലാം പാക്കായി റെഡി ആയതുകൊണ്ട് വി ജസ്റ്റ് ഹാഡ് ടു ഗെറ്റ് റെഡി ആൻഡ് ലീവ്. എന്നിട്ട് ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ അപ്പോൾ തന്നെ ഒരു മേ ബി ഇൻ ഹാഫ് ആൻ അവറിൽ റെഡി ആയിട്ട് ഇറങ്ങി. ഹോസ്പിറ്റലിൽ പോയി. വണ്ടിയിലും എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരുന്നുണ്ട്, ബട്ട് ഇവിടെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെയോ സഹിച്ച് പോയി. പക്ഷെ ആ പെയിൻ വരുന്ന കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബാക്ക് ടു നോർമൽ. പിന്നെയും നമുക്കൊരു പിന്നെ അത് ഹാഫ് ആൻ അവർ ആയി തുടങ്ങി. അങ്ങനെയായിട്ട് പോയിട്ട് ഞാൻ അവിടെ നൈറ്റ് മീൻസ് ആ ഒരു ടൈമിങ് ആയതുകൊണ്ട് അവർ എമർജൻസിയിൽ കയറ്റി. എന്നിട്ട് ഡ്യൂട്ടി ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ താങ്ക്ഫുള്ളി അന്ന് ഞാൻ കാണിച്ചിരുന്ന ഗൈനക്കോളജിസ്റ്റ് അന്ന് ഷീ വാസ് ഓൺ നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ പെട്ടെന്ന് എന്നെ ഇതിന് കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോർമലാണെന്ന് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി. ആൻഡ് വിത്തിൻ ഒരു 10-15 മിനിറ്റ്സിൽ ഡോക്ടറും വന്നു. ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു ഓക്കെ, കുറച്ച് ഡൈലേറ്റ് ആയിട്ടുണ്ട്, ഒരു 2 to 3 സെൻറ്റിമീറ്റർ ഓൾറെഡി ഡൈലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി നമ്മൾ വീട്ടിൽ കുട്ടിയായിട്ടേ പോവുള്ളൂ. പക്ഷേ അപ്പോഴേക്കും എനിക്ക് ഭയങ്കര പെയിനായി തുടങ്ങി. എനിക്ക് പൊതുവേ ഇത്തിരി പെയിൻ ത്രഷോൾഡ് കൂടുതലുള്ള ആളാണ്. ലൈക്ക് ഐ ക്യാൻ ബെയർ നോർമലി ആവറേജ് ആൾക്കാരുടെ ഒരു പെയിൻ ടോളറൻസിനെക്കാട്ടിലും എനിക്ക് ഉള്ളതാണ് പെയിൻ ടോളറൻസ്. അപ്പോൾ ഐ വാസ് ഓക്കെ, കുഴപ്പമില്ല, ഇത് ബെയർ ചെയ്യാം എന്നുള്ള രീതിക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. എപ്പിഡ്യൂറൽ എടുക്കാൻ ഓക്കെ, അത്രയും ആവശ്യം വന്നാൽ മാത്രം എടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. എന്നിട്ട് അവിടെ പോയി കിടന്നു. എന്നിട്ട് ഡോക്ടർ വന്നു. പിന്നെ ആ PV ചെയ്തു. എനിക്ക് ഏറ്റവും നമ്മുടെ ഈ ഫുൾ ഡെലിവറി പീരീഡ് എനിക്ക് സുഖമായിരുന്നു. ഓക്കെ, എൻ്റെ ബേബി എനിക്ക് വോമിറ്റിങ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നോസിയ ഉണ്ടായിരുന്നു. നോസിയ ഒരു മേ ബി ഒരു 2-3 months എനിക്ക് നോസിയ കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ വോമിറ്റ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, വേറെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഗ്യാസ്ട്രിക് ട്രബിളോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ഡെലിവറി പീരീഡ് മൊത്തം എനിക്ക് സുഖവാസമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ആകെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഡോക്ടർ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോഴുള്ള PV എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ. നമ്മൾ സ്വർഗം കണ്ടിട്ട് തിരിച്ചു വരും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സോ അത് മാത്രമായിരുന്നു എനിക്ക് ആകെയുള്ളൊരു പേടി സ്വപ്നം. ചെക്കപ്പിന് പോകുമ്പോൾ എസ്പെഷ്യലി ആ ഒരു ഫൈനൽ സ്റ്റേജസ് ആകുമ്പോഴല്ലേ അത് ചെയ്യുക. സോ അതായിരുന്നു എനിക്ക് ആകെ ഇഷ്ടമില്ലാത്തൊരു സംഭവം. അപ്പോൾ PV ചെയ്തപ്പോൾ പറഞ്ഞു 2 സെൻറ്റിമീറ്റർ ഡൈലേഷൻ ആയിട്ടുണ്ട്, നമുക്ക് കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു. അതൊക്കെ നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിമ തന്നു. എനിമ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ വയ്യാണ്ടാവും. നമ്മൾ പിന്നെ ഭയങ്കര ടയേർഡായിട്ടുള്ളൊരു ഫീലിംഗ്. സോ അതിൻ്റെ കൂടെ പിന്നെയും ഒരു PV. എനിക്ക് തോന്നുന്നു ഒരു 2-3 PV ചെയ്തു. ആ ഒരു അന്ന് അവിടെ പോയി ഞാൻ അഡ്മിറ്റായി കഴിഞ്ഞിട്ട് തന്നെ ഒരു 2-3 PV ചെയ്തു. എനിമയും തന്നു, PVയും ചെയ്തു. അപ്പോഴും പറഞ്ഞു ഓക്കെ, പ്രോഗ്രസ് ഉണ്ട്, കുഴപ്പമില്ല, നടന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ആ റൂമിൽ ഇങ്ങനെ നടക്കുക. പിന്നെ 3rd ടൈം PVന് വന്നപ്പോഴാണ് 3rd ടൈം PV ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വാട്ടർ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് നോക്കാം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എപ്പോഴേക്കാവും ഡെലിവറി കാര്യങ്ങളൊക്കെ. അപ്പോൾ മേ ബി ബൈ ഈവനിങ് ഓർ നൈറ്റ് അങ്ങനെയാണ് പറഞ്ഞത്. എന്നിട്ട് PV ചെയ്തു, വാട്ടർ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ആ സംഭവം.
കാണുന്നത്. ബേബി ഓൾറെഡി മെക്കോയും പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസൈഡ്. സോ മെക്കോണിന്ന് പറഞ്ഞ സ്റ്റൂൾ പാസ് ചെയ്തു ഉള്ളിൽ തന്നെ. അത് യൂഷ്വലി ആഫ്റ്റർ ബർത്ത് ആണ് ചെയ്യേണ്ടത്, ബട്ട് ഇൻട്രായൂട്രീൻ തന്നെ അത് മെക്കോണിയം പാസ് ചെയ്തുകൊണ്ട് അത് മെയിൻലി ഒരു ഫീറ്റൽ ഡിസ്ട്രെസ്സിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു നോർമൽ വെജൈനൽ ഡെലിവറിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യില്ല യൂഷ്വലി, ബിക്കോസ് കുറേ കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ കുറേ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ബിക്കോസ് ഇത് ബേബി ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബേബി അത് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേ ദർ ക്യാൻ ബി എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് ചോദിച്ചു വെയിറ്റ് ചെയ്യണോ അതോ യു വോണ്ട് ടു ഗോ ഫോർ എ സി സെക്ഷൻ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാം, വെജൈനൽ ഡെലിവറിയെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല ആ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, പേരൻസിനെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, വി ക്യാൻ ഗോ ഫോർ എ സി സെക്ഷൻ. ആൻഡ് ഓൾറെഡി ആ സമയത്ത് ഞാനൊരു പോയിന്റ് എത്തി, ആ എനീമിയും ഒരു 3 PV ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ അറിയാലോ. സോ ഞാൻ പോയിന്റ് എത്തി. ആൻഡ് മേ ബി ഐ വാസ് തിങ്കിങ് മേ ബി എൻ്റെ ബേബിക്കും അറിയായിരുന്നു അമ്മ ഇനി പെയിൻ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിത് പാസ് ചെയ്ത് ഈസി ആക്കി തരാമെന്ന് വിചാരിച്ച് കാണും. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ ആണ് സംഭവം. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു വെയിറ്റ് ഫർദർ, സി സെക്ഷന് പോവാമെന്ന് പറഞ്ഞു. എന്നിട്ട് പേരൻസിനെ ഇൻഫോം ചെയ്തു. അവരും ഓക്കെ യു ക്യാൻ ഗോ അഹെഡ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ബിക്കോസ് ഇത് എൻ്റെ ഹസ്ബൻഡിന് അറിയില്ല, നമ്മൾ ഇവിടെ അറിയാം ഒബ്വിയസ്ലി, ഞങ്ങൾ കാറിൽ വരുമ്പോൾ വിളിച്ച് പറഞ്ഞു, ബട്ട് ഇതാണ് ഇവിടുത്തെ സ്റ്റേറ്റസ് ഒന്നും ആൾക്ക് അറിയുന്നുണ്ടാവില്ലോ. സോ ഐ വാസ് തിങ്കിങ്, ഞങ്ങൾ വിചാരിച്ചിരുന്നു ഒരു നോർമൽ ഡെലിവറി ആണെങ്കിൽ ഹസ്ബൻഡിനെ കൂടെ നിർത്താം, ഇറ്റ് വിൽ ബി നൈസ്. പക്ഷേ we can't change fate, right? അപ്പോൾ അതുകൊണ്ട് we went ahead. ഇതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇതിന് കൊണ്ടുപോയി. അവർ നമ്മളെ റെഡി ആക്കും. ഓക്കെ, ഹെയറൊക്കെ മുടിയൊക്കെ കെട്ടി ക്യാപ്പൊക്കെ ഇട്ടു ഡ്രസ്സൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് ഓട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അവിടെ സ്പൈനൽ അനസ്തീഷ്യ തന്നു. സോ അതൊക്കെ എനിക്കൊരു ഇതായിരുന്നു. എനിക്ക് യൂഷ്വലി പേടിയൊന്നുമില്ല, ബട്ട് ഈ സ്പൈനൽ അനസ്തീഷ്യ നീഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഫോട്ടോസിലൊക്കെ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പേടിയായിരുന്നു. ബട്ട് ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ധൈര്യം വരും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ സ്പൈനൽ അനസ്തീഷ്യ തന്നു. ആൻഡ് അവിടെ വേറെ ഞാനൊരു പെൻസിലിന് അലർജിക് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ അവർ യൂഷ്വലി തരണ ആൻറ്റിബയോട്ടിക് അതായിരിക്കും. അപ്പോൾ അതെനിക്ക് അലർജി ആയതുകൊണ്ട് ദേ കെപ്റ്റ് ട്രൈയിങ് വേറെ മരുന്ന്, ക്ലിൻഡാമൈസിൻ, അങ്ങനെ കുറേ മരുന്ന് ട്രൈ ചെയ്ത് ഫൈനലി അസിത്രോമൈസിൻ ആണ് എനിക്ക് ഓക്കെ ആയത്. അപ്പോൾ അതിൻ്റെ അലർജിക് റിയാക്ഷൻ ചെറുതായിട്ട് വന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് സ്ട്രെസ്സായിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഐ വാസ് കീപ്പിംഗ് മൈസെൽഫ് കൂൾ. ഞാൻ തന്നെ എന്നോട് ഓക്കെ ആവും, പോസിറ്റീവായിട്ടിരിക്കുക, എന്നിട്ട് എൻഡ് റിസൾട്ട് ഇസ് ഗോയിങ് ടു ബി സംതിങ് വെരി ഹാപ്പി. സോ ഇറ്റ്സ് ഓൾ ഓക്കെ എന്ന് പറഞ്ഞ് അസിത്രോമൈസിൻ വർക്കായി, അത് കയറ്റി തുടങ്ങി. എന്നിട്ട് ഞാൻ കിടന്നു, സി സെക്ഷനായി. ആൻഡ് ഈ സി സെക്ഷൻ്റെ സമയത്ത് ഇവർ യൂഷ്വലി നമ്മുടെ കണ്ണിൻ്റെ മേലെ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെക്കും. ഓക്കെ, സോ എനിക്കറിയില്ല, സാധാരണ ആൾക്കാർ മേ ബി അവർ കണ്ണടച്ചിരിക്കും, കാരണം അവർക്കൊന്നും ഇവിടെ കവേർഡായിരിക്കും, ഫ്രണ്ടിൽ കവേർഡായിരിക്കുമല്ലോ ഒബ്വിയസ്ലി. പക്ഷേ സിൻസ് ഐ ആം എ മെഡിക്കോ, എനിക്ക് ഞാൻ മെല്ലെ ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ മേലെ ലൈറ്റ് ഉണ്ടാവുമല്ലോ, ഇവരുടെ LED ലൈറ്റ്. സോ അതിൽ റിഫ്ലക്ഷൻ അടിക്കും. ഓക്കെ, സോ അതിൽ റിഫ്ലക്ഷൻ അടിക്കും. ആ എൻറ്റയർ പ്രൊസീജിയർ, എൻറ്റയർ സർജറി ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഐ കുഡ് ആ ഒരു ഫസ്റ്റ് ഇൻസിഷൻ തൊട്ട് ലാസ്റ്റ് സ്യൂച്ചർ ഇടുന്ന വരെ ഐ വാസ് ഫുള്ളി കോൺഷ്യസ്. ആൻഡ് ഐ വാസ് ലൈവ് സ്ട്രീമിങ് ആയിരുന്നു അവിടെ. സോ അവരെന്നെ പുഷ് ചെയ്യണതും ബേബി പുറത്തേക്ക് അവരെ എടുക്കുന്നതും ഒക്കെ എനിക്ക് കാണുമായിരുന്നു. ആൻഡ് ബേബിയൊക്കെ ഈസി ആയിട്ട് വന്നു. നമ്മളൊരു ഐ തിങ്ക് വിത്തിൻ 45 minutes എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു. ആൻഡ് അവളെ എനിക്ക് കാണിച്ചു തന്നു. ആൻഡ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ആ കരച്ചിൽ കേൾക്കുമല്ലോ. സോ ആ സമയത്ത് ഒരു സമാധാനം, ഒരു സന്തോഷം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു.
സോ ആൻഡ് ടു ബി ഓണസ്റ്റ് എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ ഞാനും എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറേ പേരും വി വെർ ഞങ്ങളൊരു ബോയ് ആണെന്ന് വിചാരിച്ചിരുന്നത്, ഓക്കെ, ഇൻക്ലൂഡിങ് കുറച്ച് പേര്, ഓക്കെ, ബോയ് ആണെന്ന് വിചാരിച്ചത്. എൻ്റെ ഹസ്ബൻഡ് സുനിൽ മാത്രമായിരുന്നു നോ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗേൾ ആൻഡ് ഹി ആക്ച്വലി വാണ്ടഡ് എ ഗേൾ, ഓക്കെ. സോ സുനിലിൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഗേൾ ബേബി വേണമെന്ന്. സോ അതുപോലെ ഡോക്ടർ പറഞ്ഞു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു, എനിക്ക് കാണിച്ചു തന്നു. സോ ഫുള്ളി ഇങ്ങനെ വൈറ്റ് ഇതിൽ കവർ ചെയ്തിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഒരു സ്റ്റീൽ ട്രെയിൽ കാണിച്ചു തന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് സ്യൂച്ചറിങ് ഒക്കെ ചെയ്ത് ഒരു ബേബിനെ കൊണ്ടുപോയി വെയിറ്റൊക്കെ ചെക്ക് ചെയ്യാൻ, എന്നിട്ട് സ്യൂച്ചറിങ് ഒക്കെ ചെയ്തു. ആൻഡ് എന്നിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നെ ICU അവർ ഒബ്സർവേഷനിൽ വെക്കുമല്ലോ ഒരു ഐ തിങ്ക് 1 day, എനിക്ക് കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല കേട്ടോ. 1 day വെച്ചു. ആൻഡ് സ്റ്റിൽ ടിൽ ദെൻ സുനിൽ എത്തിയിട്ടില്ല, ഓക്കെ. ബിക്കോസ് സുനിൽ ആക്ച്വലി എൻ്റെ ഡെലിവറിയുടെ ഐ തിങ്ക് 5th എൻ്റെ ബർത്ത്ഡേ, April 5th എൻ്റെ ബർത്ത്ഡേ. സോ ഞങ്ങൾക്ക് ബർത്ത്ഡേക്ക് വീട്ടിൽ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഓർ സംതിങ് ഹി ലെഫ്റ്റ്. എന്നിട്ട് പിന്നെ ഒരു 2-3 ദിവസത്തിൽ പിന്നെയും കോൾ വരികയാണ്, ഇങ്ങനെ പെയിനാണ്, കം ബാക്ക്, മീൻസ് അഡ്മിറ്റഡ് ആയി എന്നൊക്കെ. എന്നിട്ട് സുനിൽ ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയോ അച്ഛനോ വിളിച്ച് പറയുന്നത് ഗേളാണ്. സോ ഹി വാസ് കമ്മിങ് ബാക്ക് ഫ്രം ബാംഗ്ലൂർ. ആ ട്രാവലിൻ്റെ ഇടയിൽ മറ്റേ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി പറഞ്ഞാൽ ക്രാക്കായി. സോ ആകെ മൊത്തം ഒരു ബഹളമായിരുന്നു. ആൻഡ് ദെൻ ഐ വാസ് ദെയർ, അവിടെ ഒബ്സർവേഷനിലായിരുന്നു. എന്നിട്ട് ഞാൻ ഫുൾ നമ്മൾ സർജറിക്ക് പോകുന്നത് തൊട്ട് ഈ നെക്സ്റ്റ് ഡേ വരെ നമ്മൾ കിടക്കുകയാണല്ലോ, നമ്മൾ എണീക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. നെക്സ്റ്റ് ഡേ അവർ എണീറ്റ് വാഷ്റൂം പോവാന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് എണീറ്റത് എൻ്റെ അമ്മയെ. C-section കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് വാക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇറ്റ്സ് വെരി ബാഡ്, ഓക്കെ. ബട്ട് നമ്മൾ ആ സമയത്ത് നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു യുനോ ഒരു ശക്തി വരും, എവിടെ നിന്നൊക്കെയോ വരും, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ശക്തി വരും, ഓക്കെ. ബിക്കോസ് വി ഹാവ് ടു ഡു ഇറ്റ്, ദർ ഇസ് നോ അതർ വേ. നമുക്കത് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ. വി ഹാവ് ടു ഡു ഇറ്റ്. സോ നമ്മളത് ചെയ്യും. പിന്നെ ബേബിനെ കൊണ്ടുവന്നു, ഫുള്ള് റാപ്പ് ചെയ്ത് വൈറ്റ് ക്ലോത്തിൽ റാപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ആൻഡ് ഫസ്റ്റ് ഐ വാസ് വെരി പർട്ടിക്കുലർ, ഫോർമുല ഫീഡ് ചെയ്യണ്ട, ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണമെന്ന്. ആൻഡ് ഷീ ലാച്ച്ഡ് പെർഫെക്റ്റ് ലാച്ചിങ് ആയിരുന്നു. ആൻഡ് ഷീ വാസ് ബ്രസ്റ്റ് ഫെഡ്. പിന്നെ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഉറക്കം, കിടത്തമൊക്കെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഇടയ്ക്ക് കൊണ്ടുപോകും, ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ വിചാരിച്ചിട്ട് നഴ്സുമാർ കൊണ്ടുപോകും. അല്ലാത്ത സമയത്തൊക്കെ എൻ്റെ കൂടെയായിരുന്നു. സോ അവിടെ കിടക്കുമ്പോൾ എനിക്ക് ആരെയും കാണാൻ പറ്റില്ല, പേരൻസിനെയോ റിലേറ്റീവ്സിനെയോ എനിക്ക് ആരെയും കാണാൻ പറ്റില്ല. ബേബിനെ പേരൻസിന് മാത്രം അവർ കൊണ്ടുപോയി കാണിച്ചിട്ട് കൊണ്ടുവന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോഴാണ്, ഹസ്ബൻഡിനെ മാത്രം അവർ ഉള്ളിൽ വിട്ടു, എന്നെ വന്ന് കണ്ടു, ബേബിനെ കണ്ടു, കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരുപാട് നേരമൊന്നും സംസാരിക്കാൻ സമയമില്ല, ബിക്കോസ് വേറെ പേഷ്യൻസും അവിടെ ഇതേപോലെ ഡെലിവറി മാത്രമല്ല വേറെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് വന്ന് കണ്ടു, വളരെ ഹാപ്പിയായി. സോ അന്നത്തെ മെയിൻ ഹൈലൈറ്റ് ഈ നടത്തുമായിരുന്നു, ബെഡിൽ നിന്ന് ആ വാഷ്റൂമിലേക്കുള്ള നടത്തും. ഓ മൈ ഗോഡ്, നമ്മുടെ വയറും ഇതൊക്കെ അങ്ങോട്ട് താഴേക്ക് വീഴോ എന്നുള്ളൊരു പേടിയാണോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പെയിൻ ആയിരുന്നു. അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഐ തിങ്ക് നെക്സ്റ്റ് ഡേ രാവിലെ എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. റൂമിൽ ഒരു അറ്റൻഡറിന് നിൽക്കാൻ പറ്റുള്ളൂ, മീൻസ് ബൈസ്റ്റാൻഡർ. റൂമിൽ ഒരാളൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ, ബൈസ്റ്റാൻഡറായിട്ട് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാർ വന്ന് കണ്ടു, ബേബിനെ കണ്ടു, എന്നെ കണ്ടു. പക്ഷെ നൈറ്റ് ഒരാൾക്ക്. സോ ഞാനും സുനിലുമായിരുന്നു നിന്നത്. 2 പേർക്കും അറിയില്ല എങ്ങനെയാണ് ഒരു കുട്ടീനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, പിടിക്കേണ്ടത്. ബട്ട് വി തോട്ട് ഓക്കെ, നമ്മുടെ കുട്ടിയല്ല, വി വിൽ ഡു ഇറ്റ്, യുനോ ദ സിറ്റുവേഷൻ വിൽ മേക്ക് അസ് ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെയായിരുന്നു. സോ കീത്തു എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രാങ്കി ആയിട്ടുള്ളൊരു ബേബി ആയിരുന്നു, ഓക്കെ. ഒരു ഫസ്റ്റ് 4-5 months വരെ ഭയങ്കര ക്രാങ്കി ആയിരുന്നു. ഒരു 4-5 months വരെ
ഭയങ്കര ടഫായിരുന്നു, ഓക്കെ, ടു ബി ഓണസ്റ്റ്, ബിക്കോസ് ഷി വാസ് എ വെരി ക്രാങ്കി ബേബി. എപ്പോഴും കരച്ചിലായിരുന്നു. ആൻഡ് യാ, ഇറ്റ് വാസ് എ ലിറ്റിൽ ടഫ് ഫോർ എസ്. ബട്ട് ഇപ്പോൾ ഇറ്റ്സ് ഓൾ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ കരച്ചിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കരച്ചിൽ ഉണ്ടെങ്കിലുള്ളൂ, അത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഉറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ആവശ്യം, അതൊക്കെ മേ ബി മാക്സിമം ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ കാര്യം, അത്രയേ ഉള്ളൂ. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. സോ ടച്ച് വുഡ്. ആദ്യത്തെ കുറച്ച് മാസം ടഫ് തന്നെയായിരുന്നു. സോ യാ, എന്നിട്ട് വീട്ടുകാരൊക്കെ വന്ന് കണ്ടു. നെക്സ്റ്റ് ഡേ ഞങ്ങളൊരു 4 ഡേയ്സ് അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു. 4th ഡേ ഹോസ്പിറ്റലിൻ്റെ വക ഒരു ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഫ്രെയിം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ബേബിയും ഞാനും സുനിലൊക്കെ ആയിട്ടുള്ളൊരു ഫോട്ടോ. ആൻഡ് അന്ന് നൈറ്റ് ഞാനും സുനിലും കൂടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നൈറ്റ്സ് വെർ ഓൾസോ ടഫ്, ബിക്കോസ് ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ സ്വാഡിൽ ചെയ്യണം, എങ്ങനെ ഹോൾഡ് ചെയ്യണം, ഗ്യാസ് എങ്ങനെ തട്ടിക്കളയണമെന്ന് അറിയില്ല. സോ അവിടുത്തെ സിസ്റ്റേഴ്സ് വർ സോ ഹെൽപ്ഫുൾ. ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും, പുലർച്ചെ 4 മണി 3 മണി വിളിച്ചാലും അവർ വിത്ത് എ സ്മൈലിംഗ് ഫേസ് അവർ വന്നിട്ട് ദേ വുഡ് ടേക്ക് ദ ബേബി, ബർപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് അന്നൊക്കെ നമുക്ക് ഫ്രീക്വൻ്റ്ലി ഫീഡിങ് ഉണ്ടല്ലോ. സോ ബർപ്പ് ചെയ്യാതെ വി കാൻ ജസ്റ്റ് പുട്ട് ഹർ ടു സ്ലീപ്പ്. അങ്ങനെ സോ ദാറ്റ് വാസ് മൈ ഡെലിവറി സ്റ്റോറി, ഡെലിവറി എക്സ്പീരിയൻസ് അതായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊരു 5th മന്ത്, ബേബിക്ക് ഒരു 4 months കംപ്ലീറ്റ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ വന്നു. അതുവരെ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. മൈ പേരൻസ് വെർ അവരാണ് എല്ലാം ചെയ്തത്. മൈ മോം ആൻഡ് ഡാഡ് രണ്ടുപേരും ഈക്വൽ ഇതായിട്ട് നിന്നിട്ട് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. സോ ഒരു 4 months കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ വന്നു. എനിക്ക് എൻ്റെ ജോബ് കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. സുനിലിനും ഒരു 15 days പെറ്റർണിറ്റി ലീവ് ഉണ്ടായിരുന്നു. സോ ഹി വാസ് ഓൾസോ ദെയർ വിത്ത് മീ. ആ ഒരു ക്രൂഷ്യൽ ഒരു ഹീലിംഗ് ഒക്കെ നടക്കുന്ന, സ്റ്റിച്ചൊക്കെ ഒന്ന് ഹീലാവണ വരെ ഹി വാസ് ദെയർ. യാ, സോ നൗ വി ആർ ഇൻ ബാംഗ്ലൂർ. ഞാനും സുനിലും വാവയും ഞങ്ങൾ ബാംഗ്ലൂരാണ്. പേരൻസ്, ഞങ്ങളുടെ സുനിലിൻ്റെ പേരൻസും ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്. എൻ്റെ പേരൻസും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അവളെ കാണാനൊക്കെ. ഇപ്പോൾ അവളാണ് മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവരും അവളെ കാണാനാണ് വരുന്നത്, ഞങ്ങളെയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട. സോ യാ, സോ ദാറ്റ്സ് മൈ ഡെലിവറി സ്റ്റോറി. എനിക്കറിയില്ല എത്രമാത്രം ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. മൈൻഡ് വാസ് കുറേ നേരം ലേബർ പെയിൻ അനുഭവിച്ച്, ഓക്കെ, ആ ഒരു കോൺട്രാക്ഷൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഇറ്റ് വാസ് എ ലിറ്റിൽ ഹാർഡ് ഫോർ മീ. ബട്ട് കുറേ hours ഓഫ് ലേബർ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. ദേ പോയി ദാ വന്നു എന്നുള്ള പോലെയായിരുന്നു. ഞാനൊട്ടും വിചാരിച്ചില്ല നമ്മൾ പോകുമ്പോൾ ഇനി ബേബി ആയിട്ടേ വരുള്ളൂ. ഓക്കെ, ആ ഒരു ഇൻ്റർവെൽസ് കുറഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഐഡിയ വന്നു. ബട്ട് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഹർ ടു എൻറ്റർ ദ വേൾഡ് സോ സൂൺ. 26th ഡ്യൂ ഡേറ്റ് ഉണ്ടായിരുന്ന ആൾ 10th തന്നെ വന്നു. ജസ്റ്റ് വിഷുവിൻ്റെ മുന്നായിട്ട് വന്നു. സോ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ 5th, കീത്തുൻ്റെ ബർത്ത്ഡേ 10th, ആൻഡ് സുനിലിൻ്റെ ബർത്ത്ഡേയും ഏപ്രിലാണ് 28th. സോ 3 of us are celebrating birthday in the same month. സോ അതൊരു ഇറ്റ്സ് എ സ്പെഷ്യൽ തിങ്. ബട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വേറെ ആ ഒരു ഹോൾ ഇയറിൽ ആ 1 month ഞങ്ങളുടെ 3 പേരുടെയും ബർത്ത്ഡേ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ദ ഹോൾ ഇയർ ഈസ് എംപ്റ്റി, വേറെ ഒന്നുമില്ല. സോ അതൊരു കാര്യം. സോ യാ, ദാറ്റ്സ് മൈ ഡെലിവറി സ്റ്റോറി. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ബോർ അടുപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. യാ, സോ സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.